പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 9-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് സൂക്ഷിച്ചത്. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും നമ്മളെ വിടുവിച്ച കർത്താവിന് കൈകളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ്, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, സ്തോത്രം സ്തോത്രം. കർത്താവെ, രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ? നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ, അതിന് നന്ദി. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. കർത്താവ്, ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് നന്ദി പറയുന്നു. കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് നന്ദി പറയുന്നു. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്ന കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. താങ്ക് യു ലോർഡ്. ആമേൻ. അങ്ങയുടെ ആ മഹത്വത്തിൻ്റെ കീഴിൽ, അങ്ങയുടെ ഫേവറിൻ്റെ കീഴിൽ ഞങ്ങളെ ഇന്ന് പകൽക്കാലം നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം. ആമേൻ. അങ്ങയുടെ ദയ ഞങ്ങളെ ചുറ്റിയിരിക്കുന്നതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവെ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങൾ അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു, സ്തുതി സ്തോത്ര യാഗങ്ങളെ അർപ്പിക്കുന്നു. കൈപിടിച്ച് നടത്തുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവെ, ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ടും സ്തോത്രം. ഇനി നടത്തുന്ന ദൈവസ്നേഹത്തിനായിട്ടും സ്തോത്രം. അപ്പോൾ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവെ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു 30-ാം സങ്കീർത്തനത്തിൽ, ആമേൻ, ഇങ്ങനെ പറയുന്നത് 30:4, യഹോവയുടെ വിശുദ്ധന്മാരെ കർത്താവിന് സ്തുതി പാടുവീൻ, കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. അതെ, 5-ാമത്തെ വാക്യം, കർത്താവിൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, കർത്താവിൻ്റെ പ്രസാദമോ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഫേവറോ ജീവപര്യന്തമുള്ളത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ മേൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ഫേവറിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവിക പ്രസാദത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ. ആമേൻ. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ, ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയല്ലോ. എല്ലാത്തിനും ഞങ്ങൾ സ്തോത്രം പറയുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇവർ ആത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും യേശുവിൻ നാമത്തിൽ ദൈവിക കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്വലിക്കട്ടെ. ഇവർ ആത്മശക്തിയിൽ നിൽക്കുന്നവരായി തീരട്ടെ, അഭിഷേകത്തോടെ ശുശ്രൂഷിക്കുന്നവരായി തീരട്ടെ. ഇവർ ആയിരിക്കുന്ന ദേശങ്ങളിൽ, ഇവരായിരിക്കുന്ന ഭവനങ്ങളിൽ, സ്ഥലങ്ങളിലൊക്കെയും ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനം നടത്തുവാൻ പരിശുദ്ധാത്മാവ് ഇവരെ ഉപയോഗിക്കുന്നതിന് നന്ദി. ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്യുമ്പോൾ ആത്മശക്തി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുഖങ്ങളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. പൈശാചികൻ്റെതായ എല്ലാ പദ്ധതികളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ അഗ്നി, കർത്താവേ, മുഖങ്ങളെ തകർക്കുന്ന ആത്മശക്തി ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. രോഗികൾ രോഗബന്ധനം വിട്ടെഴുന്നേൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടി താഴെ വീഴട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ, ആരോഗ്യമുള്ളവരായി തീരട്ടെ. നസ്രയനായ യേശുവിൻ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഡിവൈൻ ഹെൽത്തിലേക്ക് കയറി വരട്ടെ. രോഗമില്ലാത്ത ശരീരമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക, ആരോഗ്യം പ്രാപിക്കുക, സ്വസ്ഥത പ്രാപിക്കുക. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളിലും ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവർ ഉണ്ടാകുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, കർത്താവെ, തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു. ഇന്ന് പകൽക്കാലം സ്വർഗീയമായ ഗൈഡൻസിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിന് നന്ദി. ഇന്നത്തെ വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തിരിക്കുന്നതിന് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം
ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പ്രത്യേകിച്ച് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ പ്രെയർ മീറ്റിംഗ് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായി തീരും. നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മീറ്റിങ്ങിൻ്റെ പാർട്ട്നേഴ്സായി മാറുകയും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഒന്നും മിണ്ടാതെ പങ്കെടുക്കുന്നവരാകുമ്പോൾ നിങ്ങൾ പാർട്ട്ണർഷിപ്പിലേക്ക് വരത്തില്ല. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയുകയും നിങ്ങൾ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ, പാർട്ട്ണറാകുവാൻ നിങ്ങൾക്ക് കഴിയും. അതിൻ്റെ പ്രതിഫലം സ്വർഗം ഇന്നത്തെ ഈ മീറ്റിങ്ങിലൂടെ ദൈവരാജ്യത്തിൽ വെളിപ്പെടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങളും യോഗ്യരായിത്തീരും. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ നിങ്ങൾ ഇൻഫോം ചെയ്യണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം, അതിൻ്റെ 12-ാമത്തെ വാക്യം, യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. സ്തോത്രം. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്ന ആരെയും ദൈവരാജ്യത്തിൽ കൊള്ളാകുന്നവരായി കാണുന്നില്ല കർത്താവ്. അതായത് കലപ്പയ്ക്ക് കൈവച്ചിട്ട് നമ്മൾ പുറകോട്ട് നോക്കാൻ പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇപ്പോൾ ഓർപ്പിക്കുന്നത്. അതായത് പുറകോട്ട് പോകുന്നത്, അല്ലെങ്കിൽ പുറകോട്ട് പോകുന്ന ക്രിസ്തീയ ജീവിതത്തിൽ പുറകോട്ട് പോകുന്നവരെ കർത്താവിന് ഇഷ്ടമല്ല. നമ്മൾ ഒരു തീരുമാനമെടുത്തിട്ട് ഗ്രാജുവലി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ് വേണ്ടത്. നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. പുറകോട്ട് പോകുമ്പോൾ അത് നമ്മുടെ കർത്താവിൻ്റെ മനസ്സിന് ഭയങ്കര വേദനയാണ് നമ്മൾ പുറകോട്ട് പോകുന്നത് കാണുന്നത്. പലപ്പോഴും നമ്മൾ പുറകോട്ട് പോകുന്നത് അറിയാറില്ല. കാരണം അത് വളരെ സ്ലോലി ആയിട്ടാണ് പുറകോട്ടുള്ള യാത്ര. അപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ വിശ്വാസത്തിൽ വന്നു, നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, നല്ല ആരാധനയുണ്ടായിരുന്നു, നമ്മൾ സഭായോഗത്തിനൊക്കെ സമയത്തിന് പോകുമായിരുന്നു. ഇതെല്ലാം വളരെ സിൻസിയറായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ ചില പ്രത്യേക കാരണങ്ങളൊക്കെ വന്നപ്പം നമ്മൾ പെതുക്കെ പുറകോട്ട് പോയി. ആദ്യം 5 ചാപ്റ്റർ വായിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇപ്പം 3 ആക്കി, 4 ആക്കി. അപ്പം ഗ്രാജുവലിയാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇപ്പം ഇതൊക്കെയാണ് പുറകോട്ട് പോകുന്നത്. 4 അധ്യായമാക്കി, കുറച്ച് കഴിഞ്ഞപ്പം 3 അധ്യായമായി. പിന്നെ നമ്മൾ ചിന്തിച്ച് ഇന്ന് വായിച്ചില്ലോ, ഇന്ന് വായിക്കാൻ സാഹചര്യം കിട്ടില്ല, അതുകൊണ്ടല്ലേ. അപ്പം നമ്മളിന്ന് വായിച്ചില്ല. ആദ്യം 5 അധ്യായം വായിച്ചില്ലേ നമ്മുടെ മനസ്സിനൊരു വിഷമമായിരുന്നു. പിന്നെ അത് കുറഞ്ഞു വരുമ്പോഴും മനസ്സിൻ്റെ വിഷമം കുറഞ്ഞു വന്നു. ഇപ്പോൾ വായിച്ചില്ലെങ്കിലും നമുക്ക് എക്സ്ക്യൂസുകളുണ്ട്. കാരണം നമ്മൾ പറയും ഇന്ന് സാഹചര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, അതിനൊന്നും അവസരം കിട്ടിയില്ല, ആരാധനയ്ക്ക് പോകാൻ പറ്റിയില്ല, നമ്മൾ അവസരങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പെതുക്കെ മാറിപ്പോവുക. ആമേൻ. അത് നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം തുടങ്ങുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, പുറകോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ നാം ആകരുത്. 2 തീമോഥെയോസിന്റെ 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ദേമാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു. ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി എന്നാണ് പറഞ്ഞത്. അതായത് ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ ദേമാസ് ഈ സ്പിരിച്വലായ കാര്യങ്ങളെ വിട്ടിട്ട് ലോകത്തിൽ കിട്ടുന്ന ആ പദവിയും ധനം അല്ലെങ്കിൽ സുഖങ്ങളൊക്കെ കണ്ടപ്പം ദേമാസ് എന്ത് ചെയ്തു? ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, ദൈവത്തെ വിട്ടുപോയി. നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ പുറകോട്ട് പോകുമ്പോൾ കർത്താവിന് ഭയങ്കര വിഷമമാണ്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവരെ കർത്താവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ പുറകോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലാകരുത്, പിന്നെ മുന്നോട്ട് പോകണം. നമുക്കൊരു ബോധ്യം വേണം, ഞാൻ ക്രിസ്തുവിൽ വളരുന്നതനുസരിച്ച് എനിക്ക് പ്രതിഫലമുണ്ട്. ഞാൻ ക്രിസ്തുവിൽ മുന്നേറുന്നതനുസരിച്ച് എനിക്ക് നന്മകൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഞാൻ ക്രിസ്തുവിൽ വളരുന്നതനുസരിച്ച് എൻ്റെ അനുഗ്രഹം വലുതായിരിക്കും. അപ്പോൾ നമ്മൾ വളരുവാൻ ആഗ്രഹിക്കണം, നമ്മൾ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കണം, ക്രിസ്തുവിൽ വളർന്നു കയറുവാൻ ആഗ്രഹിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത്ഭുതമായി മാറും. ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുക. എവിടെയെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കണം. എവിടെയെങ്കിലും നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. പണ്ടത്തേനേക്കാൾ അധികം നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? നമ്മുടെ പുറകോട്ട് നമ്മുടെ ആ പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുണ്ടോ? ആരാധന രീതി കുറഞ്ഞു പോയിട്ടുണ്ടോ? ആ സ്പിരിച്വലായ ആ തീഷ്ണത കുറഞ്ഞു പോയിട്ടുണ്ടോ? കർത്താവ് മടക്കി വിളിക്കുന്നു. വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ വിളിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. നമ്മൾ പിന്മാറി പോകുന്നുണ്ടോ, പുറകോട്ട് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇത് പെട്ടെന്നല്ല, കുറേശ്ശെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചറിയുമ്പോൾ തന്നെ വൈകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൺസ് ഇൻ എ വൈൽ നമ്മൾ ഇരുന്നൊന്ന് ചിന്തിക്കണം, കർത്താവേ, ഞാൻ പുറകോട്ട് പോകുന്നുണ്ടോ? എന്നിൽ എന്തെങ്കിലും പുറകോട്ട് പോകുന്ന അനുഭവങ്ങൾ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ. കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. പിറകോട്ട് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, മുൻപോട്ട് പോകാനാണ് ദൈവം നമ്മളെ വിളിച്ചത്.
പറയുന്നത് നമ്മുടെ മുമ്പിൽ വലിയ പ്രതിഫലത്തെ കർത്താവ് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം, പുറകോട്ട് പോകുന്നവർ ആകരുത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് പുറകോട്ട് പോകല്ല വേണ്ടത്, നമ്മൾ മുൻപോട്ട് തന്നെ യാത്ര ചെയ്യണം. പ്രാർത്ഥനയിൽ മുന്നേറണം, ആരാധനയിൽ മുന്നേറണം, ദൈവപ്രവൃത്തികളിൽ മുന്നേറണം. ആലയത്തിലെ വേലകളിൽ മുന്നേറി വരണം. അവിടെ ദൈവിക പ്രതിഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഈ മാസം ഫേവറിൻ്റെ മാസമാണ്. കൈകൾ ഉയർത്തി പറ, ഐ ആം സറൗണ്ടഡ് വിത്ത് ഫേവർ ഓഫ് ഗോഡ്. ഗോഡ് ബ്ലസ് യു.